അതിൽ ആദ്യമായി 17,000 രൂപ വരുന്ന പോക്കിമോൺ ഡെസ്റ്റിനി റൈവൽസിൻ്റെ ബൂസ്റ്റർ ബോക്സാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ഈ ബോക്സിൽ മൊത്തം 36 പാക്സാണ് ഉള്ളത്. ആൻഡ് ഈ സെറ്റിലെ മെയിൻ ചേസ് കാർഡ് 27,000 രൂപ വരുന്ന ടീം റോക്കറ്റ്സ് മ്യൂട്ടു. ആൻഡ് ഇതുകൂടാതെ ഒരുപാട് അടിപൊളി കാർഡ്സും ഈ സെറ്റിൽ അവൈലബിൾ ആണ്, ലൈക്ക് സിന്ധിയ സ്കാർച്ചം ആൻഡ് ഈതൻ സോഹോ. സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബൂസ്റ്റർ ബോക്സ് ഇതാ റെഡിയാണ് ഇവിടെ. സോ ബൂസ്റ്റർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെങ്കിലും അറിയായിരിക്കും, പോക്കിമോണിൻ്റെ പ്രോഡക്ട്സിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഒരു സെറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പാക്സും ഈ ബൂസ്റ്റർ ബോക്സിനായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്റ്റിനി റൈവൽസിൻ്റെ ഈ ഇന്നത്തെ ബൂസ്റ്റർ ബോക്സാണ് തുറക്കുന്നത്. ഇതിനകത്ത് 36 ഡെസ്റ്റിനി റൈവൽസിൻ്റെ പാക്സ് ഉണ്ട്. എനിക്കൊന്ന് നമ്മുടെ എപ്പിസോഡ്സിൽ എനിക്കൊന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലും ഷോർട്സിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ ഡെസ്റ്റിനി റൈവൽസിൻ്റെ ബാക്കി എല്ലാ പ്രോഡക്ട്സും നമ്മൾ തുറന്നിട്ടുണ്ട്. ETB ബ്ലിസ്റ്റേഴ്സും ഈ പറയുന്ന പോലത്തെ ബൂസ്റ്റർ ബണ്ടിൽസൊക്കെ എല്ലാം നമ്മൾ തുറന്നാണ്. നമുക്ക് ഒരു SIR കിട്ടി, ബട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ബൂസ്റ്റർ ബോക്സിനകത്ത് ഡു നോട്ട് ഓപ്പൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഒരു ബോക്സിനകത്ത് ഈ സ്റ്റിക്കർ കാണത്തില്ല. ഇതൊരു കാർട്ടൻ്റെ പാർട്ടായിട്ട്, അതായത് ഒരു 4-5 ബോക്സ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഇതൊരു കാർട്ടണായിട്ടാണ് കിട്ടുക. അപ്പോൾ ആ കാർട്ടൻ്റെ ടോപ്പിലിരിക്കുന്ന ബോക്സ് ആയതുകൊണ്ടാണ് അത് ശരിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ അതങ്ങനെ വരേണ്ടതല്ല. മാത്രമല്ല ഇതിൻ്റെ ആർട്ട് വർക്ക്സ് ഒക്കെ ശരിക്കും എനിക്ക് ഇതിനകത്ത് ചേസ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടീം റോക്കറ്റ്സ് മ്യൂട്ടു ആണ്. അപ്പോൾ എനിക്ക് ആ കാർഡ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇതിനകത്ത് മെയിൻ ചേസ് ചെയ്യുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം റോക്കറ്റ്സ് മിയൗത്ത്. അത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അത് അത്ര വിലയൊന്നുമില്ല, ബട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാർഡാണത്. മാത്രമല്ല ഈതൻ സ്റ്റൈഫ്ലോഷൻ, അത് പക്ഷേ നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് തുറന്നപ്പോൾ കിട്ടി. ബട്ട് ഈ ആർട്സൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജിയോവാണിയും മ്യൂട്ടും ഉണ്ട്, ഇവിടെ ഗാർച്ചമ്പും സിന്ധിയ, പിന്നെ ഇവിടെ ഒരു ശരിക്കും ഒരു ടീം റോക്കറ്റിൻ്റെ ആർട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈതൻ സോഹോയും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലിസ്റ്റർ പാക്സിൽ ഇതുപോലെയാണ് തന്നെ ഉള്ളത് കേട്ടോ. ഇതിന് ശരിക്കും ആർട്ട് സെറ്റ് എന്നാണ് പറയുന്നത്. അതായത് പോക്കിമോൺ ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ഇതുപോലത്തെ ബ്ലിസ്റ്റേഴ്സ് ഇറക്കുമ്പോൾ ശരിക്കും 4 ആർട്ട് സെറ്റ് ആയിരിക്കും ഉണ്ടാകുക. അതായത് 4 സെപ്പറേറ്റ് ഇല്ലുസ്ട്രേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഒരു സെറ്റ് കിട്ടിക്കുമ്പോൾ ഞാനിത് 4 എണ്ണം ശരിക്കും എടുത്ത് വെക്കും. കാര്യം ഇത് ആർട്ട് സെറ്റായിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടുതലാണ്. മാത്രമല്ല എനിക്ക് അങ്ങനെ ആർട്ട് സെറ്റായിട്ട് കളക്ട് ചെയ്യാൻ ശരിക്കും ഭയങ്കര ഇഷ്ടം കൂടിയാണ്. ഈ ബോക്സ് കൂടാതെ ശരിക്കും ഇവിടെ ഞാനൊരു കാർഡ് സ്ലീവ്, ഇത് നല്ല കാർഡ് കിട്ടിയേ ഇട്ട് വെക്കാനുള്ള ഒരു കാർഡ് സ്ലീവാണ്. അപ്പോൾ നമുക്ക് നല്ല കാർഡ് കിട്ടട്ടെ. ആൻഡ് നമുക്ക് ഇപ്പോൾ നല്ല ഒരു സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷനോ അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസോ കിട്ടിക്കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു കാർഡ് ഹോൾഡറും കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഓബിയസ്ലി അത് ഇട്ട് പോവാം. സോ നമുക്ക് ഈ പാക്ക് നമുക്ക് തുറക്കാം. ശരിക്കും ഇത് പൊട്ടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സീൽഡാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു പോക്കിമോണിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൂസ്റ്റർ ബോക്സാണ്, ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും എക്സ്പെൻസീവായ ബൂസ്റ്റർ ബോക്സാണിത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല ടീം റോക്കറ്റ് എന്ന് പറഞ്ഞ സാധനം എവിടെ വന്നാലും ഇതിന് ഭയങ്കര ഡിമാൻഡ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2001 മറ്റോ ആണ് ടീം റോക്കറ്റിൻ്റെ സെറ്റ് ഇതിന് മുന്നേ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോക്സ് ഇപ്പോൾ ഞാൻ പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 3 ഇരട്ടി ആകാൻ നല്ല സാധ്യതയുണ്ട്. ബട്ട് അതുപോലെ തന്നെയായിരുന്നു ഈ വോൾവിംഗ് സ്കൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പാക്ക് പൊട്ടിക്കാം. അപ്പോൾ ചിലരെന്നോട് ചോദിക്കും ഒറിജിനൽ പാക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിക്കും. സോ ഒറിജിനൽ പാക്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണുന്നത് കണ്ടോ, ഈ ഒരു സീൽ കണ്ടോ, ഈ ഒരു ടീത്ത് പോലിരിക്കുന്ന സീലാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ കാർഡ്സ് എന്ന് പറയുന്നത്. ഒറിജിനൽ കാർഡ്സിന് ആ ടീത്ത് പോലിരിക്കുന്ന സീല് കാണും, ശരിക്കും ഫേക്ക് കാർഡ്സിന് അത് കാണില്ല. ബട്ട് ഈ സെറ്റിൽ നിങ്ങളുടെ ചേസ് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, ഇത് പൊട്ടിക്കാൻ ബാക്കിയുള്ള പാക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എനിക്ക് ആദ്യമായിട്ട് പൊട്ടിച്ചുകൊണ്ട് തോന്നണമെന്നറിയില്ല, ബട്ട് ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ സ്നോവർ പൊട്ടിച്ചുകൊണ്ട് തോന്നണമെന്നറിയില്ല, ബട്ട് ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ സ്നോവർ, ഹിപ്പോപ്പൊട്ടാസ്, എക്കൻസ്, കമ്പസ്കിൻ, ഷെയ്മിൻ. ഓക്കെ, ഈ ഷെയ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർഡാണ്. കാര്യം കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാർഡാണിത്. ഷെയ്മിൻ എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാർഡായിരുന്നു. നമുക്ക് ഈ സെറ്റിൽ എന്താവുമെന്ന് നമുക്ക് നോക്കാം. മെബസ്റ്റേഫ്, ഗൾട്ടോയ് ആൻഡ് സാമസെൻറ്റ. ഓക്കെ, ആദ്യത്തെ പാക്കിൽ ജസ്റ്റ് ഒരു ഹോളോ മാത്രമാണ് കൈസുള്ളത്. നമുക്കൊരു എനർജി കാർഡ് കിട്ടി. ഓക്കെ, നമുക്ക് ഇതുപോലെ 36 പാക്സാണ്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരെണ്ണം മാറി എടുക്കാം. സോ നമുക്ക് ഇവിടെ നോക്കാം. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ആർട്ട് സെറ്റാണിത്. സോ ഇത് ഈതൻ സോഹോ, അതാണ് ഇതിൻ്റെ ആർട്ട് സെറ്റ്. സോ മാത്രമല്ല ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൂടാണ്ട് എനിക്ക് മറ്റേ നമ്മുടെ മിസ്റ്റി സൈഡൊക്കെ ഉണ്ട്. മിസ്റ്റി സൈഡൊക്കെ എന്ന് പറഞ്ഞ കാർഡ്
അതും അത്യാവശ്യം അടിപൊളി കാർഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർഡാണ്. നമുക്ക് ഈ കോഡ്, പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ കോഡ് കാർഡ് എന്തിനാണെന്ന്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോക്കിമോൺ TCG കളിക്കുന്നവർക്ക്, TCG പോക്കറ്റ് അല്ല TCG കളിക്കുന്നവർക്ക് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കാർഡ്സ് നിങ്ങളുടെ പോക്കിമോൺ TCG ലൈവ് അക്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാം, ആർക്കെങ്കിലും സ്കാൻ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് വെക്കാം. ഓക്കെ, ഫൈറ്റിംഗ് എനർജി, ഹോണ്ടോർ, അജിക്കാർപ്പ്, മാങ്കി, മറീപ്പ്, ലുനാറ്റിസ്, ഓഗർപോൺ, ടീം റോക്കറ്റ് റിസീവർ, ഹോണ്ടോർ, ഓക്കെ, സ്കാർമറി ആൻഡ് ഓക്കെ EX കാർഡ്സ്, ആർബോലിയോ EX. ഓക്കെ, EX സാധാരണ EX കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എടുത്ത് സ്ലീവ് ചെയ്യാൻ. കാര്യം EX കാർഡ്സിൻ്റെ ഒരു ബൈൻഡർ തന്നെ എനിക്കുണ്ട്. സോ നമുക്ക് ഇത് ചെറിയൊരു ഹിറ്റാണ്. സോ നമുക്കത് തൽക്കാലം ഇതൊരു ഹിറ്റായി കണക്കൂട്ടി നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഇതിനെ ചരി വെക്കാം. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എടുക്കാം. ഓക്കെ, ഇനി റൈറ്റ്. ഓക്കെ, എൻ്റെ വൺ ഓഫ് ദി ഓൾ ടൈം ഫേവറേറ്റ് പോക്കിമോൺ ഉണ്ട് ഇത്, കാർച്ചമ്പ്. അപ്പോൾ ഇതിനകത്ത് സിന്ധിയാസ് കാർച്ചമ്പും ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആർട്ട് വർക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ലെങ്കിലും ബട്ട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു സെറ്റാണ്. നമുക്ക് ഇതിൻ്റെ ജാപ്പനീസ്, അതായത് ഹീറ്റ് വേവ് അറീന എന്ന് പറഞ്ഞ ജാപ്പനീസ് സെറ്റ് ഇറങ്ങിയപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ അൾട്രാ റെയർ കാർഡ് കിട്ടിയതാണ്. സോ ഇതിനകത്ത് ഓക്കെ, സൈക്കിക് എനർജി, സ്റ്റാറിയു, ടീം റോക്കറ്റ് സീഡറീനോ, കെങ്കസ് ഖാൻ, ട്രൗസി, ടീം റോക്കറ്റ് സ്ക്രേറ്റ് ബോൾ, ഓർബിറ്റൽ, റാപ്പിഡാഷ്, യാൻമ, അൺടെയിൽ. കാർച്ചമ്പിനെ കുറിച്ച് പറഞ്ഞ് തീർന്നില്ല കൈസ്. അപ്പം തന്നെ നമുക്ക് ഹീറ്റ് വേവ് അറീനയിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് ആണെന്ന്, പക്ഷേ അല്ല. ഇത് ഞാൻ വെറുതെ ചുമ്മാ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് കൈസ്. ഇത് അടിപൊളി കാർഡ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർഡാണിത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർഡാണ്. ഇതിൻ്റെ ഏകദേശം എനിക്ക് വന്നത് ഇതിൻ്റെ ജാപ്പനീസ് വേർഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇത് കറക്റ്റ് ഇതല്ല, ഹൈപ്പർ റെയർ അല്ല, ബട്ട് ഇതിൻ്റെ ജാപ്പനീസ് വേർഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. സോ ഇതെന്തായാലും പൊളിച്ച് ഞാൻ ജസ്റ്റ് നമ്മുടെ ഹിറ്റായിട്ട് ഇത് ഇവിടെ സൈഡിൽ വെച്ചേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. സോ ഇതുവരെയുള്ള പാക്സ് അത്ര കുഴപ്പമില്ല ഗൈസ്. ഇതിൻ്റെ പുൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറവാണ്. അതായത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇലിസ്ട്രേഷൻ റെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പെഷ്യൽ ഇലിസ്ട്രേഷൻ റെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-ൽ കൂടുതൽ പാക്സ് പൊട്ടിക്കണം. സോ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും, എന്തായാലും കണ്ടറിയാം. സോ എനർജി കാർഡ് ഞാൻ ഫ്രണ്ടിൽ വെക്കുന്നു. ഫയർ എനർജി, ഇത് വൺ ഓഫ് ദി ഫേവറേറ്റ് എനർജീസ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷൈനി ഫയർ എനർജി എൻ്റെ ഇരിപ്പുണ്ട് പോക്കിമോൺ 151 സോ ഓഗർപോൺ, ടീം റോക്കറ്റ് ജിയോവാണി, ആർക്കനൈൻ, അഗൈൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് പോക്കിമോൺ, സ്ക്വാക്കബിളി, ലാപ്രസ്, കമോൺ, യെസ് ഗൈസ്. ഇത് പറയുന്ന നമ്മുടെ ചേസ് കാർഡ്സ് എല്ലാം തരുന്നൊരു ബോക്സാണ് എന്നാണ് ശരിക്കും എനിക്ക് തോന്നുന്ന കാര്യം. അടിപൊളി. ഇതിൻ്റെ പുറകിൽ ഒരു കാർഡ് കൂടിയുണ്ട്. ഓക്കെ, ടീം റോക്കറ്റ് സോഫറ്റ്. പക്ഷേ ഇത് നമുക്ക് 100% സ്ലീവ് ചെയ്തിടാം. സോ ഗൈസ്, നിങ്ങളും പോക്കിമോൺ പാക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. കെയർഫുള്ളായിട്ട് സ്ലീവ് ചെയ്യുക. ഇതിന് സെൻറ്ററിങ് ആക്ച്വലി ഇറ്റ് നോട്ട് ബാഡ്. ചെറിയൊരു സെൻറ്ററിങ് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്നാലും ഇതിൻ്റെ എഡ്ജസൊക്കെ ഉണ്ടോ. സോ നമ്മൾ ഒരിക്കലാണ് എനിക്കത് കിട്ടണം എന്ന് ആഗ്രഹമുള്ളൊരു കാർഡായിരുന്നു. സോ നമുക്കത് കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കി വെക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് അടുത്ത നമുക്ക് പാക്ക് എടുത്ത് തുടങ്ങാം. കമോൺ, ഇതുവരെ ഒരു നല്ല ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇനിയും അടിപൊളി കാർഡ്സ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ വീണ്ടും എനർജി കാർഡ് മിസ്സായിപ്പോയി. ദാറ്റ്സ് എ ഫയർ എനർജി. യെസ്, ഫയർ എനർജി, സിന്ധിയ സ്വിവാസ്. എനിക്ക് ഇവിടെ അത് ട്രെയിനറിൻ്റെ സിമ്പിൾ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സെറ്റാണ്. അതായത് ട്രെയിനർ സിന്ധിയ സ്വിവാസ്. അപ്പോൾ ആ പർട്ടിക്കുലർ ട്രെയിനർ ഓൺ ചെയ്യുന്ന പോക്കിമോണാണത്. ഇതുപോലെ ടീം റോക്കറ്റ്സിൻ്റെ ടോട്ടലർ, പ്ലിൻ, ടീം റോക്കറ്റ് സൂബാറ്റ്, ടീം റോക്കറ്റ് വീസിങ്, പെട്രോ, മിമിക്യൂ, മെർക്രോ ആൻഡ് ഹൈഡ്രാപ്പിൾ. ആക്ച്വലി ഈ ഹൈഡ്രാപ്പിൾ എന്ന് പറയുന്നത്, ഈ ഹൈഡ്രാപ്പിൾ ഹോളോ ശരിക്കും അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള കാർഡാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോളോയിൽ ഒരു സ്പെഷ്യൽ തിളക്കം തന്നെയുണ്ട് ഇതിൻ്റെ ഹോളോയിൽ. ഞാനിപ്പോൾ ഈ ലൈറ്റിൽ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് എത്ര പേർ കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഹൈഡ്രാപ്പിളാണ്. സോ ഇനി നമുക്ക് പാക്സ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോന്നിൽ കൂടി പോകാം. ചിലർക്ക് ഇങ്ങനത്തെ ഫോർമാറ്റ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാക്കും അതിൻ്റെതായ സമയം എടുത്ത് തുറക്കുന്നത് ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഉണ്ട്. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പതുക്കെ തുറക്കണം എന്ന്. ബട്ട് നമ്മുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് ഷോർട്സിൽ അങ്ങനെ എല്ലാം പതുക്കെ തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ പൊട്ടാസ്, ക്ലൈഡോൾ ആൻഡ് ക്രസ്റ്റൽ.
ഇത്രയും ഹിറ്റ്സ് നമ്മളടുത്ത് കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഒരു കുറച്ച് നേരമെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇരിക്കണം. അതൊരു ബൂസ്റ്റർ ബോക്സിന് മാറ്റി ചിലപ്പോൾ ഇപ്പോൾ ഇത്രയും കിട്ടിയ ഹിറ്റ്സേ കാണാനേ വഴിയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ പാക്കിൽ ഒരു ബൂസ്റ്റർ ബോക്സിൽ ലൈക്ക് നമുക്ക് കാർഡ്സ് അത് ചേസ് കാർഡ്സ് കിട്ടുന്നതിനൊക്കെ ഒരു മിനിമം പരിധിയൊക്കെ ഉണ്ട്. ബട്ട് സിൻറ്റക്വിൽ അഗൈൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോക്കിമോൺ. സ്യൂബാറ്റ്, നോസ്പാസ്, റാറ്റിക്കേറ്റ്, സിന്ധിയാസ് പവർ ഹൈറ്റ്, ടീം റോക്കറ്റ് സ്കോൾബാറ്റ്, മൺസ്റ്റെയിൽ, ബ്ലേസിക്കൻ അഗൈൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് പോക്കിമോൺ ആണ്. ഇതിൻ്റെ അത്യാവശ്യം നൈസ് ഒരു ഇലിസ്ട്രേഷൻ കൂടിയാണ് ഇതിനകത്ത് ശരിക്കും കൊടുത്തേക്കുന്നത്. മിസ്സിസ് ലാപ്രസ് ആൻഡ് ഈത്തൻ സ്റ്റൈഫ്ലോഷൻ. നമുക്ക് വേണ്ട ഈത്തൻ സ്റ്റൈഫ്ലോഷൻ അല്ല, എന്നാലും ഒരു ഹോളോ കാർഡ്. അപ്പോൾ ഈ ഹോളോസും ഹോളോ കാർഡ് റിവേഴ്സ്